ഹലോ ഹലോ, എനിക്കിന്ന് കൊച്ചുമുതലാളി തരുവോ? തരാലോ, വന്നെടുത്തോണ്ട് പൊയ്ക്കോ. വളരെ അത്യാവശ്യമാണ്, എനിക്കിന്ന് കൊച്ചുമുതലാളി കിട്ടിയേ പറ്റൂ. എനിക്കിപ്പൊ അങ്ങേരെ കൊണ്ട് ഒരു അത്യാവശ്യവും ഇല്ല, വന്നെടുത്തോണ്ട് പൊയ്ക്കോ. നമ്മളാരാ? ഞാൻ മോഹിനിയാണ്. പലതവണ വിളിച്ചിട്ടും എനിക്ക് കൊച്ചുമുതലാളി കിട്ടുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് കൊച്ചുമുതലാളി കണ്ടേ തീരൂ. ഇതാരാ സംസാരിക്കുന്നത്? സെർവന്റ് ആണോ? ഇതാരാ അവള്? ഇത്ര വാശിയോടെ നിങ്ങളോട് ശൃംഗരിക്കാൻ ധൈര്യം കാണിക്കുന്നവള്? ഇവളുടെ തലമുണ്ട ഞാൻ അടിച്ച് പൊട്ടിക്കും. ഞാനതല്ലടാ ആലോചിക്കുന്നത്. ആ ഫോൺ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച സ്ഥിതിക്ക് അവൾ അമ്മിക്കല്ലെടുത്ത് തലയിൽ ഇടാനും ഇനി മടിക്കില്ല. എടുത്താ പൊന്താത്തൊരു അമ്മിക്കല്ല് വാങ്ങിയാ മതിയായിരുന്നു. പൊങ്ങുന്ന സൈസിൽ നിന്ന് നോക്കിയാ കേശവൻകുട്ടി വാങ്ങിയത്. അതാ എന്റെ പേര്. അവൾ അതെടുത്ത് എന്റെ തലയിലിട്ടാ പിന്നെ അവൻ അവളെയും കൊണ്ട് നാട് വിടാലോ. അച്ഛന്റെ ബന്ധുവാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ലൊരു വിഷം എന്റെ തറവാട്ടി പറയില്ല. അവൻ ഡ്രൈവർ അല്ല കൊച്ചുമുതലാളി, കാലനാണ്. കാലൻ. കിടത്തം ഇപ്പോഴും ഒരുമിച്ചാണോ? എന്തിനാ ഞെട്ടുന്നത്? കൊച്ചുമുതലാളി ഭാര്യ ഇപ്പോഴും ഒരുമിച്ചല്ലേ കിടക്കുന്നതെന്നാ ചോദിച്ചത്. അതെ, കിടത്തുവാണെന്നേ ഉള്ളൂ. പേടിച്ചിട്ട് ഞാൻ ഉറങ്ങാറില്ലടാ. ആ, എന്നാലൊരു വഴിയുണ്ട്. ഉറങ്ങുന്ന പോലെ കിടക്കണം. എന്നിട്ട് രാത്രി ഒരു 2 മണി 3 മണി നേരത്ത് ഉറക്കത്തിൽ പിച്ചും പേയും പറയുന്ന പോലെ കനത്ത ദുഃഖത്തോടെ ഭാര്യയോടങ്ങ് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? ചന്ദ്രികേ, എന്റെ പൊന്നി ചന്ദ്രികേ, നീയാണ് എന്റെ മഡോണ, നീയാണ് എന്റെ നഗ്മ, നീയാണ് എന്റെ ഖുശ്ബു. അങ്ങനെ ഉള്ള കള്ളത്തരങ്ങൾ മുഴുവൻ പറഞ്ഞ് അവരെ അങ്ങ് പൊട്ടിക്കരയിക്കണം. നീ പറഞ്ഞത് ശരിയാ. ഉറക്കത്തിൽ പറയുമ്പോ അത് മനസ്സിന്റെ ഉള്ളിൽ നിന്നും വരുന്ന സത്യമാണെന്ന് ചന്ദ്രിക വിശ്വസിച്ചോളും. അതോടെ സംഗതി ക്ലീൻ. സെന്റിമെന്റ്സിൽ വീഴാത്ത ഒരു ഭാര്യമാരെ ഇന്ന് വരെ ഒരു ഭർത്താക്കന്മാരും കല്യാണം കഴിച്ചിട്ടില്ല. ഇന്ന് രാത്രി 2 മുൻസ് സെന്റിമെന്റ്സ് കാച്ച്, അതോടെ എല്ലാം ശുഭം. അപ്പൊ ഉറങ്ങായിരുന്നില്ല അല്ലേ? ഉറങ്ങിന്ന് വിചാരിച്ചാ ഞാൻ ഇതിന്റെ മൂർച്ച നോക്കിയത്. സ്റ്റോർ റൂമിൽ ഉപയോഗിക്കാതെ കിടന്ന സാധന രാവിലെ കേശവൻകുട്ടിയാ എടുത്തോണ്ട് പോയി മൂർച്ച കൂട്ടി തന്നത്. എപ്പോഴാ ഇതിന്റെയൊക്കെ ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലേ? വീടിന് ചുറ്റും കള്ളന്മാരും കള്ളത്തികളും വിലസി നടക്കുന്ന കാലമല്ലേ? കിടന്നു. അമ്മേ മഹാമായേ, എന്നെ രക്ഷിക്കണേ. എന്നെ രക്ഷിക്കണേ. നീ കിടക്ക. എന്താ ഉറക്കം വരുന്നില്ലേ? ഇന്നല്പം മനസമാധാനത്തോടെയാണ് അവൻ കിടന്നതെന്ന് തോന്നുന്നു. മോളിന്ന് ഇതുവരെ വലിയ ശബ്ദമൊന്നും കേട്ടിട്ടില്ല. ഓ, എന്തൊരു സ്നേഹമുള്ള ഒരു അച്ഛൻ. കൂടെ ഇരുത്തി കള്ളൊഴിച്ചു കൊടുത്ത് വഷളാക്കിയതും പോരെ ഇപ്പൊ. ഇതിനൊക്കെ എങ്ങനെയാ ഞാൻ ഇത്രയും കാലം കൊണ്ട് നടന്നത്? ചന്ദ്രികേ, ചന്ദ്രികേ, എന്നെ വിട്ടു പോകല്ലേ. എനിക്ക് ആരുമില്ല. എന്റെ ചുറ്റും പെണ്ണുങ്ങളുണ്ടെന്നൊക്കെ പറയുന്നത് വെറുതെയാ. എനിക്ക് ആരുമില്ല, നീയുമില്ല, ഞാൻ ഒറ്റയ്ക്കായി. അയ്യടാ, എന്തൊരു സ്നേഹം! ഇതേത് കഴുത പറഞ്ഞു തന്ന ബുദ്ധിയാ? എന്റെ ഉള്ളിൽ തീയാ. അത് കുത്തിപ്പൊട്ടിക്കാതെ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടോ? അതോ ഞാൻ അമ്മയെ വിളിക്കണോ? നിങ്ങൾ മാത്രമല്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഞാൻ ഉറങ്ങിയിട്ട് മാസങ്ങളായി. ഇത് വല്ലതും അറിയുന്നുണ്ടോ? കുഞ്ഞുണ്ണി കേട്ടില്ല. എന്തൊരു കഷ്ടം അത്. എന്റെ ഒരു ഒറ്റ സാധനം കാണാനില്ലല്ലോ. എന്താണാവോ കാണാത്തത്? എന്റെ ഷർട്ട് എവിടെ? പാന്റ് എവിടെ? ഇസ്ത്രി ഇട്ട് ഒരെണ്ണം കാണാനില്ലല്ലോ. 353231 വിളിച്ചറിയാം. അവിടെ നിങ്ങളുടെ പ്രഭാവതി ഇസ്ത്രി ഇട്ട് വെച്ചിട്ടുണ്ടോ? കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ എന്റെ വാച്ച് അഴിച്ച് ഇവിടെ വെച്ചത് അതെവിടെ? നീ എടുത്ത് കിണറ്റിലിട്ടോ? ഇവിടെ തന്നെ അഴിച്ചു വെച്ചെന്ന് എന്താ ഉറപ്പ്? സുഹറയുടെ വീട്ടിലും പ്രിയമതയുടെ വീട്ടിലും ഒക്കെ ബാത്റൂം ഉണ്ടല്ലോ, അവിടെ അഴിച്ചു വെക്കാമല്ലോ. ഇത്രയും വിശദമായി ഇതൊക്കെ എങ്ങനെ മനസ്സിലായി എന്നാവും ആലോചിക്കുന്നത്. മനസ്സിലായി. എന്റെ അണ്ടർവെയർ എവിടെ? അതും കാണാനില്ലേ? ഒടുക്ക അതെങ്കിലും ഉണ്ടാവുന്ന കരുതി. ഇപ്പൊ അതും പോയോ? മതി, നിർത്ത്. ഇനി നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കള്ളക്കളി കളിക്കുന്നതിൽ ഒരർത്ഥമില്ല. ഇപ്പൊ നീ വിളിച്ചു പറഞ്ഞ പെണ്ണുങ്ങളും ഞാനും തമ്മിൽ സത്യത്തിൽ നീ കരുതുന്ന പോലെ യാതൊരു ബന്ധവുമില്ല. പിന്നെ ചാവാൻ കിടക്കുമ്പോ ബന്ധമുണ്ടെന്നൊക്കെ വിളിച്ചു പറഞ്ഞതോ? അത് ഞാൻ അന്ന് അങ്ങനെ എന്തൊക്കെയോ ബോധമില്ലാതെ വിളിച്ചു പറഞ്ഞൊന്നും. അതാണ് നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്നൊക്കെ ഞാൻ അറിഞ്ഞു. നീ അതത്ര വലിയ സംഭവമാക്കി എടുക്കേണ്ട കാര്യമില്ല. അതെന്നാ നേഴ്സ് തന്ന ഇഞ്ചക്ഷന്റെ മയക്കത്തിൽ ഞാൻ എന്തോ ഭ്രാന്ത് പറഞ്ഞതാ. അപ്പൊ ആ കുഞ്ഞുണ്ണി ഫോൺ കൊടുത്ത പെണ്ണ്
എന്റെ ചെവിയില് ബാലേട്ടാന്ന് വിളിച്ച് ഉമ്മ വെച്ചതോ? അയ്യോ, അത് കുഞ്ഞുണ്ണി എന്നോടും പറഞ്ഞു. അവൾക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും ഒച്ച ഉണ്ടായിക്കൊണ്ടാ എപ്പോഴും സംസാരിക്കുക. ഇങ്ങനെ. ആ ഒച്ചയാണോ ഞാൻ കേട്ടത്? അതെ, സത്യം പറയാലോ ചന്ദ്രികെ, നീയാണ്, നിന്റെ അച്ഛനും അമ്മയാണ്, നമുക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളാണ്. എനിക്ക് ഈ പറഞ്ഞ പെണ്ണുങ്ങളൊന്നും അറിയ പോലുമില്ല. ആണോ? അത് ശരി. ചന്ദ്രികെ, ആ നീല പാന്റും വെള്ള ഷർട്ടും തന്നെ ആയിക്കോട്ടെ. എന്റെ വാച്ച് ഇവിടെ വെച്ചിരുന്നല്ലോ. പിന്നെ ഈ കാണുന്നൊക്കെ എന്താ? ഈ ഫോട്ടോയിൽ പെണ്ണുങ്ങളുടെ കൂടെ തൊട്ടും തലോടെ ആടിക്കൊഴിഞ്ഞു നിൽക്കുന്നത് നിങ്ങളല്ലാതെ പിന്നെ നിങ്ങളുടെ പ്രേത. ആ കേശവൻ കുട്ടിക്ക് എന്നോട് ഇത്തിരി സ്നേഹം തോന്നിയതുകൊണ്ട് അന്ന് ഈ ഫോട്ടോകളൊക്കെ എടുക്കാൻ തോന്നി. അതുകൊണ്ട് ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു. കോടതിയിൽ ഇത് തെളിവാണ്. എന്താ മോളെ ഇതൊക്കെ? നിങ്ങൾ എന്തിനാ വെറുതെ വഴക്കടിക്കുന്നേ? അമ്മേ, അമ്മ ഒന്നുമില്ല, ഇവള് വെറുതെ വെറുതെ ഒന്നുമല്ല. എന്റെ അച്ഛനെ അമ്മയെ വിളിച്ച് സത്യം ചെയ്തപ്പോഴേ എനിക്കറിയാം പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന്. ബാലഭാസ്കര, ഇല്ലായ്മയുള്ള വീട്ടിൽ നിന്നൊന്നുമല്ല ഈ കുട്ടി എവിടെ വിളിച്ചോണ്ട് വന്നത്. ഇതിനകത്ത് ചിരിച്ചു കളിച്ചോണ്ട് നടന്ന കുട്ടിയായി ഇപ്പൊ നിലവിളിച്ചോണ്ട് നടക്കുന്നത്. ഇത് കാണുമ്പോ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താടാ ഇതിനൊക്കെ അർത്ഥം? നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്കൊരു അണ്ടർവെയർ വേണം, സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ചേച്ചി, ഞാൻ വന്നു. ആ കേശവൻകുട്ടിയുടെ ശബ്ദമല്ലേ അത്? അതെ. എന്താ? ഒന്നുമില്ല, ഞാൻ അവരൊരു ഉമ്മ കൊടുത്തേച്ച് ഇപ്പ വരാ. പാവാട പ്രായത്തിൽ നിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന. പിന്നെ ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നില്ലേ? നീ എന്ന് മുതലാ ഫോട്ടോഗ്രാഫർ ആയത്? അങ്ങനെയൊന്നുമില്ല, ക്യാമറ ഇട്ടുമ്പോ ഫോക്കസ് എന്റെ ഫോട്ടോ എടുത്ത് എന്റെ ഭാര്യയ്ക്ക് എന്നെ കൊടുക്കാൻ നീ അവരുടെ അവളുടെ ജെയിംസ് ബോണ്ട്. ഒരു നല്ല അയ്യോ, രക്ഷിക്കണേ, ആരെങ്കിലും ഓടി വരണേ. എന്താ പട്ടികളുടെ മുമ്പിൽ തന്നെ തല്ലരുത്. എന്റെ കുടുംബം കലക്കുന്ന പിന്നെ ഞാൻ കൊച്ചു മുതലാളി വൃത്തിയാണ്. ഇനി ഞാൻ ഫോട്ടോ എടുക്കും. എന്ത് ഭ്രാന്തായി കാണിക്കുന്നേ? ഇങ്ങനെ തല്ലാൻ കേശവൻകുട്ടി എന്ത് തെറ്റാ ചെയ്തേ? എന്റെ കുടുംബത്തിലെ കൈയിട്ട് വാരിയുണ്ടല്ലോ, കയ്യും കാലും വെട്ടി മുറിച്ച് മസാല തേച്ച് വിദേശത്തേക്ക് കൊണ്ടുപോയി ഞാൻ. ഇനി അതിന്റെ കുറവും കൂടി ഉള്ളൂ. ആ പേരും പറഞ്ഞ് വിദേശത്ത് പോയി അവിടെ കാണുമല്ലോ കുറെ മതവന്മാര്. നിന്നോടാണ് കഴുത എന്റെ വെക്കിട്ട് കയറാൻ പറഞ്ഞേ. മാമനല്ലേ എന്റെ മെക്കിട്ടേറിയത്. അയ്യോ, ഞാൻ എന്റെ ചേച്ചി പറഞ്ഞിട്ട് തയ്ക്കാൻ കൊടുത്ത ഡ്രസ് ഇട്ട് വരണൊഴിക്കാം കൊച്ചു മുതലാളി എന്നെ പിടിച്ച് തച്ചത്. കേശവൻകുട്ടി അകത്തേക്ക് പോ. ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ അടുക്കളയിലുണ്ടാവും. എന്താണ് പ്രശ്നം? കുന്തം. ഓ, എന്താ മോളെ പ്രശ്നം? ഒരു ചെറിയ പ്രശ്നമുണ്ട്. അങ്കിളിനോട് അതെങ്ങനെ പറയാ? പറഞ്ഞു. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ അങ്കിളിനോട് പറഞ്ഞു. അത് തീർത്തു തരാറല്ലേ അങ്കിൾ ഇങ്ങോട്ട് വന്നത്. അങ്കിളിന്റെ മരുമോൻ ഇതെന്റെ കഴുത്തിൽ മുറുക്കുന്ന സമയത്ത് വയറ്റിലൊരു കുഞ്ഞിനെ ഇട്ടോണ്ട് ഒരു പെണ്ണ് ഇവിടെ വന്നിരുന്നില്ലേ? വന്നിരുന്നു. അന്ന് അത് എന്റെ മരുമോന്റെ ഗർഭമല്ല, എന്റെ ഗർഭമാണെന്നും പറഞ്ഞ് തല്ലും കൊടുത്ത് അവരെ ഓടിച്ചില്ലേ? ഓടിച്ചിരുന്നു. എന്നാ ആ പെണ്ണ് പെറ്റൂന്നും പറഞ്ഞ് അങ്കിളിനെ തിരക്കി ഒരാൾ ഇവിടെ വന്നിരുന്നു. അതിന്റെ ഒരു സന്തോഷം കൊണ്ട് എല്ലാവരും ഓടി കളിച്ചതാ. അങ്കിളിന് കൈ കിട്ടാൻ കാത്തിരിക്കുക അച്ഛൻ. ഒരു വലിയ ഓലയ്ക്കും പിടിച്ച് അകത്തിരിപ്പുണ്ട്. അങ്കിൾ ഇങ്ങോട്ട് വരുന്നത് കണ്ടുന്നാ തോന്നണേ. ചേച്ചി പതുക്കെ പതുക്കെ നോവും. ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? ഇവിടെ ഇവിടെ ഇവിടെ. കേശവൻകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് സങ്കടമുണ്ട്. ദേഹത്ത് ഒരുപാട് മുറിവ് പറ്റിക്കാണൂല്ലേ? ദേഹത്ത് പറ്റിയ മുറിവ് നമുക്ക് സഹിക്കാൻ ചേച്ചി. പക്ഷെ മനസ്സിനേറ്റ മുറിവ് നമ്മൾ ഏത് മരുന്ന് വെച്ചാ മായ്ക്കാം. ഈ പോക്ക് ശരിയല്ല. ഇവനൊരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. എടാ കള്ള ഡ്രൈവറെ, നീ കളിച്ച് കളിച്ച് എന്റെ ഭാര്യയുടെ സ്റ്റിയറിംഗിലാണല്ലോ പിടിച്ചിരിക്കുന്നത്. മരുന്ന് വെച്ചോട്ടെ കേശവൻകുട്ടി? എരിയോ? ഹേയ്, എരിഞ്ഞോട്ടെ. ചേച്ചിയല്ലേ വെക്കുന്നത്. ആ എരിച്ചിൽ എനിക്ക് ഒരു മധുരമാണ്. ഇത് നിന്റെ അവസാനത്തെ മധുരം കൂടിയാടാ. അളിയന്റെ ഒച്ചയാണല്ലോ ഭഗവാനെ അത്. വാളിയാ, മോളിലോട്ട് പോവാം. മുകളിൽ കൊണ്ടുപോയി തള്ളിയിടാനായിരിക്കും. അളിയ, എന്നെ ഒന്നും ചെയ്യല്ലേ. സത്യാവസ്ഥ എന്താന്ന് പെങ്ങളോട് ചോദിക്കാം.